ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമുക്ക് വളരെ രുചിയേറുന്ന ഒരു വിഭവമായിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് പച്ചക്കായ കൊണ്ട് എങ്ങനെ കൂട്ടുകറി ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പച്ചക്കായ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉപ്പും കൂടിയാണ് ആവശ്യം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ കായ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല രുചിയേറുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അരവാണ്. നമ്മൾ ഇതിലേക്ക് തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി ഒരു 5 എണ്ണം, ഒരു 5 പച്ചമുളകും കൂടി വേണം. അപ്പോൾ ഇത് 5 പച്ചമുളകും പിന്നെ നമുക്ക് ചെറിയ ജീരകം വേണം. ചെറിയ ജീരകം നമ്മൾ കുറച്ച് ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരവൊക്കെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകറിയിലോട്ട് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല രുചിയുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മൾ ഇതിലേക്ക് നമ്മുടെ അരവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇനി നമ്മുടെ കൂട്ടുകറിയായിട്ട് ഇത് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറവ് ഇടാണ് വേണ്ടത്. അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ട് നമ്മളതിൽ കടുക് പൊട്ടിച്ചെടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിരവി വെച്ച തേങ്ങ കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും നമ്മുടെ വറ്റൽ മുളക് പൊട്ടിച്ച് വെച്ചതും കൂടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കറിവേപ്പിലയും വറ്റൽ മുളകും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വറവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മുടെ കൂട്ടുകറിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ കൂട്ടുകറി നല്ല കിടിലനായിട്ട് തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നാവിൽ നല്ല വെള്ളം മുറുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദി. ഓക്കെ.